ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പറ, ആ ബോഡി നീ എന്ത് ചെയ്തു? സാർ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ മനസ്സാവാചറിയാത്ത കാര്യം ഇതൊക്കെ. ഇതിനൊക്കെ എങ്ങനെയാ സാർ ഞാൻ മറുപടി പറയാ? ഇങ്ങോട്ട് നീങ്ങി നിക്കടാ, നീങ്ങി നിക്കടാ. നസീറിനെയും കൂട്ടുകാരെ ആക്രമിച്ച് ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ അവനെ നീ കൊണ്ടുവന്നിട്ടുണ്ട്. നസീറിന്റെ കൂട്ടുകാരോ നിന്റെ പണം എടുത്തു എന്നും പറഞ്ഞു, ശരിയല്ലേ? അതെ, പക്ഷെ ആ പണം കിട്ടുകയും ചെയ്തു. ശരി. നൂർജഹാനെയും കൊണ്ട് നീ ശാരദാമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പോലീസ് വന്ന് നിന്നെ അറസ്റ്റ് ചെയ്യുന്ന ദിവസം നസീർ ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുണ്ട്. ആ സമയം മുതൽ അവൻ മിസ്സിംഗ് ആണ്. നീ ആ വീട്ടുകാരും അറിയാതെ നസീറിനൊന്നും സംഭവിക്കില്ല. പറ, എവിടെയാ നീ അവനെ കൊന്നു കുഴിച്ചുകൂടിയിരിക്കുന്നത്? സാർ എന്തൊക്കെയാ പറയുന്നത്? ഞാനല്ല. മര്യാദയ്ക്ക് പറഞ്ഞ ഞാനും മര്യാദയുടെ ഭാഷ സംസാരിക്കും, ഇല്ലെങ്കിൽ എന്റെ ഭാഷ മാറും, സംസാര രീതി മാറും. ഒരു പോലീസുകാരന്റെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് ഞാൻ മാറും. അതിനെ ഇടവരുത്താതെ നീ ഉള്ളതുപോലെ പറയടാ. എങ്ങനെയാണ് നസീറിനെ അപായപ്പെടുത്തിയത്? സാറേ, ഞാൻ ആ സമയത്താണ് ആ വീട്ടിൽ വന്ന് കയറിയത്. അതുവരെ ഞാനും എന്റെ ഭാര്യയും കുട്ടികളും കൂടിയിട്ട് ടൂറിലായിരുന്നു. നീ എന്താടാ കളിക്കുക? ഞാൻ എന്റെ ഏറ്റവും നല്ല മര്യാദയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. എന്നിട്ട് നീ എന്നെ പൊട്ടനാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിട്ടേ വിടൂ. പറയടാ, ആ ബോഡി നീ എന്ത് ചെയ്തടാ? സാറേ, എന്റെ ഭാര്യയോട് സാറ് ചോദിച്ചു നോക്ക്. ഞാൻ പറയുന്നത് സത്യമാണ്. നിന്റെ ഭാര്യ ആരാടാ? മജിസ്ട്രേട്ടോ? അതെ, ജില്ലാ മജിസ്ട്രേറ്റ് ആണ്. ശാലിനി വിഷ്ണു. ഇത് എന്റെ ഹസ്ബൻഡാണ്. എന്താണ് അറിയേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. ആ നിമിഷം വരെ വിഷ്ണുവേട്ടന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തമായി കാര്യങ്ങൾ പറയാനും പറ്റും. ഇരിക്കൂ. ചോദിച്ചോളൂ. നിങ്ങളുടെ സംശയം തീർത്തു തരേണ്ടതും എന്റെ ഭർത്താവ് നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടതും എന്റെ ഉത്തരവാദിത്വമാണ്. ചോദിച്ചോളൂ, എന്താ അറിയേണ്ടത്? അബൂബക്കറിന്റെ മകൻ നസീർ അന്നേ ദിവസം കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശാരദയുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അബൂബക്കറിന് വന്ന ഫോൺ കോളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ പിന്നീട് ഈ നസീറിനെ കുറിച്ച് ഒരു അറിവുമില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വിഷ്ണുവിനെ ആ രാത്രിയിൽ ആ വീട്ടിൽ നിന്നുമാണ് നൂർജഹാനോടൊപ്പം അറസ്റ്റ് ചെയ്യുന്നത്. നൂർജഹാനെ രക്ഷിക്കാൻ വന്ന വിഷ്ണു നസീറുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട് നസീർ മരണപ്പെട്ടു. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടായിരിക്കും എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. ആ നിഗമനം തെറ്റാണെന്ന് തെളിയിക്കാൻ പൊന്മുടിയിലെ ഒരു ഹോസ്പിറ്റലിലെ CCTV ഫുട്ടേജ് ഞാൻ തെളിവായി കാണിക്കാം. കാരണം അത്രയും നേരം അവിടെ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ എന്നോടൊപ്പം നിന്ന വിഷ്ണുവേട്ടൻ ഇവിടെ വന്നൊരു കൊലപാതകം നടത്തി ആ ബോഡി കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ ഒരു കോടതിയും വിശ്വസിക്കില്ല.